മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവരുടെ ദുരന്തബാധിതരുടെ പ്രശ്നങ്ങളിലേക്ക് കൂടിയാണ് ഈ സമരങ്ങൾ ഉണ്ടാകുന്നതെന്നാണ്. ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ നിന്ന് LDF വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപകൽ സമരം. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും. രാവിലെ 10 മണിയോടെ കേരള ഹൌസിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ സമരം അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. എംപിമാരായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, വി ശിവദാസൻ, LDF വയനാട് ജില്ലാ കൺവീനർ CK ശശീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ഇന്ന് വയനാട് കലക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കും. ദുരന്തബാധിതരുടെ ജനകീയ സമിതിയാണ് ഉപവാസം നടത്തുന്നത്. വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലവും വയനാട് നിന്ന് T അനീസ് അലിയും ഉണ്ട്. ആദ്യം തൗഫീഖിലേക്കാണ്. തൗഫീഖ്, എന്തായാലും മുണ്ടക്കൈയോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന അത് വലിയ ഒരു വിഷയമായി തന്നെ കേരളത്തിൽ പലതവണ ഉയർന്നു വന്നതാണ്. എന്നാൽ പോലും ഒടുവിൽ ഒരു ഗ്രാന്റ് നൽകുകയും അതുവഴി ജനങ്ങളെ അപഹസിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ജനരോഷം ഉയരുകയാണ്. പക്ഷേ ഇപ്പോൾ LDFന് തന്നെ ഒരു സമരത്തിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. കാരണം ദുരന്തബാധിതർ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര അവഗണന തുറന്നു കാട്ടുക എന്നുള്ളത് ഇപ്പോൾ LDFന് മുന്നിലുള്ള ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സമരത്തിലേക്ക് അവർ നീങ്ങിയിരിക്കുന്നത്. ഇന്ന് എന്തൊക്കെ സമര പരിപാടികളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കാൻ പോകുന്നത് തൗഫീഖ്? അജിൽസി, രാവിലെ 10 മണിയോടുകൂടിയാണ് LDF വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. 10 മണിക്ക് ജന്തർ മന്ദറിന് മുന്നിൽ നിന്നാണ് ഈ പ്രതിഷേധം ആരംഭിക്കുന്നത്. ജന്തർ മന്ദറിന് സമീപത്ത് തന്നെ ഡൽഹി പോലീസ് പ്രതിഷേധക്കാരെ തടയും. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കൊന്നും മാർച്ച് നടത്താനുള്ള അനുമതി ഉണ്ടാകില്ല. തുടർന്ന് ജന്തർ മന്ദറിലോ അല്ലെങ്കിൽ കേരള ഹൗസിന് സമീപത്തെ റോഡിലോ ഇരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരിക്കും സമരക്കാരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാവുക. പ്രധാനമായും വയനാടിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 2500 കോടി രൂപ സംസ്ഥാന സർക്കാർ നിരന്തരമായി കേന്ദ്രത്തോട് ചോദിക്കുന്നുണ്ട്. ആ തുക ഇപ്പോഴും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ആ തുക എത്രയും വേഗം സംസ്ഥാനത്തിന് നൽകുക എന്നുള്ളതാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ആ തുക നേടിയെടുക്കുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ LDF നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദുരിതബാധിതരുടെ കടം എഴുതിത്തള്ളുക എന്നുള്ളൊരാവശ്യം കൂടി ഈ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ 160-ലധികം ദുരന്തബാധിതർ കൂടി ഈ ഡൽഹിയിൽ ഇന്ന് നടക്കുന്ന ഈ സമരത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നിരന്തരം കേന്ദ്ര സർക്കാരിനോട് ഈ മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാടിന്റെ പുനരധിവാസത്തിൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ കേരളത്തെ അവഗണിക്കുന്ന സമീപനമാണ് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എന്ത് തരത്തിലുള്ള ദുരന്തം നടന്നാലും കേന്ദ്രം വലിയ രീതിയിൽ കേരളത്തെ അവഗണിക്കുകയാണ്. അവഗണന അവസാനിപ്പിക്കേണ്ടതാണ് എന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് നടക്കുന്ന ഈ പ്രതിഷേധ സംഗമത്തിൽ നിരവധി ആളുകൾ പങ്കെടുക്കും. കിസാൻ സഭയുടെ നേതാവ് വിജു കൃഷ്ണനാണ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുക. MPമാർ ഉൾപ്പെടെയുള്ള ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള MPമാരും ഈ സമരത്തിന്റെ ഭാഗമാകും. എന്തായാലും 10 മണിക്ക് തന്നെ ജന്തർ മന്ദറിൽ നിന്നുള്ള പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തുമെന്നാണ് LDF നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്.